വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിന്റെ മൊബൈലിൽ നിന്ന് വീഡിയോ കണ്ടെത്തി. ഇന്നലെ പിടിച്ചെടുത്ത ഫോണിൽ നിന്നാണ് അധിക്ഷേപ പരാമർശം നടത്തിയ വീഡിയോ കണ്ടെത്തിയിരിക്കുന്നത്. ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അന്വേഷണവുമായി മോഹൻദാസ് സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചന്തു, സേതുലക്ഷ്മി, ടി.ജി. മോഹൻദാസിന്റെ ഫോണിൽ നിന്നുമാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയ, വിദ്വേഷ പ്രസംഗം നടത്തിയ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടി.ജി. മോഹൻദാസിനെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ വിശദ പരിശോധനയിലാണ് ഇപ്പോൾ ഈ വിദ്വേഷ പരാമർശം, ജന്തർ മന്ദിറിലെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പരാമർശം, ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും ടി.ജി. മോഹൻദാസിനെ ഇപ്പോൾ സൈബർ സിറ്റി പോലീസ്, അവരുടെ തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിനുള്ള ഓഫീസിലാണ് അദ്ദേഹമുള്ളത്. ഇവിടെ നിന്നും കോടതിയിൽ ഹാജരാക്കും. നേരത്തെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള ഒരു സാധ്യത, അത്ര ഒരു സാധ്യതയൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ തെളിവുകൾ കണ്ടെത്തി, മാത്രമല്ല ഈ കൂടുതൽ അധിക്ഷേപ പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് സമാനമായി, ഇങ്ങനെയുള്ളതല്ല എങ്കിൽ കൂടി ഇതിന് സമാനമായ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയായിരിക്കും വരിക. എന്തായാലും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുമോ ഇല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിൻ്റെ പ്രായപരിധി, ആരോഗ്യപരമായ കാരണങ്ങൾ ഒക്കെ മുൻനിർത്തി ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷയെ അന്വേഷണ സംഘം കോടതിയിൽ എതിർക്കുകയും ചെയ്യും. എന്തായാലും 11 മണിയോട് കൂടി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ചന്തു, ശരി.